ഹലോ ഗായ്സ്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ പറഞ്ഞില്ലല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് പെൻ ഹോൾഡറാണ്. അപ്പോൾ കുറേ ഈ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ എൻ്റെ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, ഐ ഡോണ്ട് നോ. അപ്പോൾ കുറച്ചെല്ലാം ഓൾമോസ്റ്റ് 2 വീക്സിൻ്റെ അടുത്ത് ആവാറായി. അപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ കയ്യിലുള്ള സാധനം വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭയങ്കര പെർഫെക്ഷൻ കുറവുണ്ട്, കാരണം എൻ്റെ അടുത്ത് ഫാബ്രിക് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ നമുക്കിനി വാങ്ങണം. ഇതുവരെ വാങ്ങിയില്ല, കാരണം ഇതുവരെ അങ്ങനെ യൂസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ യൂസൊക്കെ. അപ്പോൾ ആദ്യം ഇതേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റുമ്പോൾ നമ്മളിങ്ങനെ വരച്ച് നോക്കി. ആദ്യം ഞാൻ ലൈറ്റ് യെല്ലോ പോലത്തെ കളർ എടുത്തത്, പക്ഷെ അത് ഈ സ്കെച്ചസിൽ ഏത് കളറും വരച്ചിട്ട് അങ്ങോട്ട് ഒന്ന് തെളിഞ്ഞ് കിട്ടണില്ല. കണ്ടോ, ഇതിൽ കാണുന്നതന്നെയല്ല കേട്ടോ വരച്ചത്. ആദ്യം വരച്ചപ്പോൾ എനിക്ക് കാണുന്നുണ്ടായിരുന്നു, പിന്നെ അത് നോക്കിയിട്ട് എവിടെ അതിൽ ഞാൻ പിന്നെ ലാസ്റ്റ് മുറിച്ചപ്പോൾ എന്താ പറയുക, പെർമനൻറ്റ് മാർക്കറില്ല, അത് വെച്ചാണ് വരച്ച്. അതുകൊണ്ട് കുറേ കുഴപ്പത്തിലുണ്ടായിക്കണേ. പിന്നെ എൻ്റെ അടുത്ത് ഇത് 2 കളർ എടുക്കുക, ഈ 2 കളർ എടുക്കാമെന്ന് വിചാരിച്ചു. യെല്ലോ ആണ് ഗൈസ്, കഴിഞ്ഞു. കണ്ടോ, വെള്ളം ഒഴിച്ച പോലെ ഉണ്ട്. അത് ഞാൻ അത് കട്ട പിടിച്ചപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നു. അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ ഇപ്പോൾ ഇത് എന്തോ ആയി. ഓറഞ്ചാണെങ്കിൽ പിന്നെ ആകെ കട്ട പിടിച്ചൊരു പരിവഹിക്കണം. അങ്ങനെ ഗൈസ് കളറും പോയി. പിന്നെ എൻ്റെ ബ്രഷ് കാണാനുള്ള അങ്ങനെ ഒരുപാട് കാരണങ്ങളാണ് ഇതിൽ. അപ്പോൾ നമ്മൾ മാക്സിമം എന്താ പറയുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആക്കുമ്പോൾ നമുക്കിങ്ങനെ താൽക്കാലികമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇതന്നെ നല്ല പണിയെടുത്തു കേട്ടോ ആക്കാൻ, കുറേ ടൈം എടുത്തു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല പെയിൻ്റ് ഇല്ലാന്ന്. പെയിൻ്റ് ഉണ്ട് പിന്നെയുമായി തോട്ട്സോ പെട്ടെന്ന് അപ്സോബല്ല തിക്കാവും, ഇങ്ങനെ കട്ട് പിടിച്ചോളും പെട്ടെന്ന്. പിന്നെ എൻ്റെ വൈറ്റ് കളറാണ്, കുറേ കളേഴ്സ് തീർന്നിട്ടുണ്ട്, ഇനി വാങ്ങാൻ പോകണം. പിന്നെ ഒരു മിനി ഷോപ്പിംഗ് വ്ളോഗ് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യാം. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ നല്ല മടിയുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടല്ലോ 10 റുപ്പീസിനൊക്കെ വാങ്ങാൻ കിട്ടും, അത് ഇതുപോലെ ഉരുക്കിയിട്ട് ഗ്ലൂ ഗണ്ണിന് പകരം യൂസ് ചെയ്യലാണ്. പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ കണ്ടോ ബ്ലാക്ക് കളർ ഇടും, അതെനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ അതിൽ ചെറിയൊരു മന്ദത്തരം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല, അത് പ്ലാസ്റ്റിക്കുമ്മ ചൂടാക്കിയ ഉരുകി പോവില്ലേന്ന്. കണ്ടോ, ഇത് ഇങ്ങനെ ആക്കിയ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഉന്തി വന്നു ഗൈസ്. അത് ഞാൻ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു പ്രോബ്ലം ഉണ്ടായി. പിന്നെ ഞാൻ എടുത്തതിൻ്റെ ലെങ്ത്ത് കൂടിയോണ്ടാണ് എന്താണെന്ന് അറിയില്ല, ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പ്രശ്നം. എന്താ ചെയ്യുക ഗൈസ്, ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ നിന്ന് അതാണ് അവസ്ഥ. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയോ നമ്മുടെ തട്ടിക്കൂട്ട് പെൻ ഹോൾഡർ റെഡി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോയ്ക്കും വരുന്നവരെ ബൈ.